അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആണ്. അപ്പോൾ നാട്ടിൽ പോകുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുന്നേ ഉള്ള കുറച്ച് ഷോപ്പിംഗ് വീഡിയോസാണ് ഫസ്റ്റ് കാണിക്കുന്നത്. പിന്നെ വേറൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എമിറേറ്റ്സിൽ പോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഫ്ലൈറ്റാണ് എമിറേറ്റ്സ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഷോപ്പിംഗ് എന്താ പറയുക വീഡിയോസും കൂടി കാണാം. അപ്പോൾ ഇപ്പോൾ വന്നത് കുട്ടികൾക്ക് കുറച്ച് എന്താ പറയുക കുറച്ച് കളിപ്പാട്ടങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുറേയൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ വീണ്ടും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഓടി നടക്കുന്നു. അപ്പം നല്ല നല്ല പാവകൾ കാണുമ്പോൾ വീണ്ടും ഭയങ്കര സന്തോഷമാണ്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്, പക്ഷേ കാണാൻ നല്ല ഭംഗിയുമാണ്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക നല്ല ഭംഗിയുള്ള ഡോളുകളാണ്. പിന്നെ കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ പണ്ടേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, പ്രത്യേകിച്ച് ഡോള് കാണുമ്പോൾ. പിന്നെ ഇത് കാറാണ്, എന്താ പറയുക ഡോറ് തുറക്കുന്ന കാറും ഡിക്കി തുറക്കുന്ന കാറും ഫ്രണ്ടും ബാക്കും ഒക്കെ തുറക്കുന്ന ഡോറ് തുറക്കുന്ന കാറുകൾ കാണുമ്പം പണ്ടൊക്കെ എന്ന് പറയുന്നത് ഫ്രണ്ട് ഡോറ് മാത്രം തുറക്കുന്ന കാറുകളാണ്. ഇപ്പം ഫ്രണ്ടും തുറക്കാം, ബാക്കും തുറക്കാം, എല്ലാം തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്താ പറയുക കാറുകളൊക്കെയാണ് ഇപ്പം എന്താ പറയുക കടകളിലൊക്കെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. എന്നാലും അതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സെലക്ട്. പിന്നെ പലതരത്തിലുള്ള എന്താ പറയുക ടാബ് കണക്കത്തെ നമ്മൾ എഴുതുന്ന ആ ഒരു സ്ലേറ്റ് എന്നൊക്കെ പറയാറില്ലേ, അത് ആ ഒരു ടൈപ്പ് സാധനങ്ങളാണ്. പല മോഡലിലുള്ള എന്താ പറയുക പല തരത്തിൽ പല വലിപ്പത്തിൽ പല ഷേപ്പിലുള്ള ആ ഒരു ടാബ്ലറ്റ് കണക്കിരി ഈ കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ എഴുതാൻ പറ്റുന്ന ആ പേനയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സംഭവമാണ്. പല വെറൈറ്റി ഐറ്റംസാണ് അവിടെ കണ്ടത്. പിന്നെ വെക്കേഷൻ ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് കുറേ ഓഫേഴ്സും അതും ഇതുമൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ഐറ്റംസൊക്കെ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ എയർപോർട്ടിലാണ്. 2 വീക്സിന് മുന്നെയാണ് എടുത്ത ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ ദുബായ് എയർപോർട്ടിലാണ്. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് മൈ ഫേവറേറ്റ് എന്താ പറയുക ചോക്ലേറ്റാണ്. ഭയങ്കര വിലയുമാണ്. സത്യം പറഞ്ഞാൽ ഒരു വട്ടം എങ്ങാണ്ട് ഞാൻ ഈ ഒരു ചോക്ലേറ്റ് കഴിച്ചിട്ടുള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. അത്രയും ടേസ്റ്റുള്ള മിഠായിയാണ്. എന്താ പറയുക അത് കാണുമ്പം ഒന്ന് പോയി നോക്കുക എന്നത് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ ബാക്കി എല്ലാ ചോക്ലേറ്റും കാണുമ്പോഴും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. പക്ഷെ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒന്ന് മേടിക്കണമെന്ന് തോന്നി. പക്ഷേ ഭയങ്കര റേറ്റാണ് അതിന്. നോർമലി അതിന് ഭയങ്കര റേറ്റാണ്. പിന്നെ എയർപോർട്ടിലാകുമ്പോൾ പിന്നെ പറയാൻ വേണ്ട കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ, എല്ലാ വീഡിയോസും ഒന്നും എടുത്തില്ല. പിന്നെ അങ്ങനെ ഫുഡിൻ്റെയൊക്കെ കുറേ വെറൈറ്റി ഐറ്റംസൊക്കെ കാണുമ്പം വീണ്ടും വീഡിയോസൊക്കെ എടുക്കാൻ തോന്നും. ചിലപ്പോഴൊക്കെ മറന്നു പോവും. പിന്നെ പിന്നെ ഇത് കണ്ടപ്പം വീണ്ടും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എന്താ പറയുക കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെന്താ പറയുക വിശന്നപ്പത്തേന് എന്ത് ചെയ്തു, കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ചു. നല്ല ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ പ്ലെയിനിൽ കയറാൻ പോവാണ്. അപ്പം പ്ലെയിനിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് കാണാൻ പറ്റുന്നൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ക്യൂവിൽ നിന്നപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തു. പിന്നെ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ ചുമ്മാ കുറച്ച് എമിറേറ്റ്സിലാണല്ലോ യാത്ര ചെയ്യുന്നത് എന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അതിൻ്റെ അകത്ത് ഒരു വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതിനകത്തിങ്ങനെ എന്താ പറയുക കാണുക അതായിരുന്നു. പിന്നെ രാത്രി ആയതുകൊണ്ട് ഇരുട്ടായതുകൊണ്ട് അത്ര തെളിച്ചമൊന്നുമില്ല. ഉള്ള വെളിച്ചത്തിൽ ഞാനൊരു ചെറിയ വീഡിയോ എടുത്തു. പിന്നെ അമ്മ ആൽക്കുട്ടിക്ക് എമിറേറ്റ്സിൻ്റെ ഒരു പ്ലെയിനിൻ്റെ ഒരു ടോയ് കൊടുത്തിട്ടുണ്ട്, ഒരു സോഫ്റ്റ് ടോയ്. നല്ല നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ട് ഒരു കുഞ്ഞ് പ്ലെയിനിൻ്റെ ഒരു സോഫ്റ്റ് ടോയാണ് കൊടുത്തത്. പിന്നെ നമുക്ക് ഫുഡ് കിട്ടിയത് ഇതൊക്കെയായിരുന്നു. ഇത് കിഡ്സ് മീലായിരുന്നു. അപ്പോൾ ഞാൻ കിഡ്സ് മീലാണ് കഴിച്ചത്. ഒരു ചിക്കൻ നഗറ്റ്സ് ഐറ്റം, പിന്നെ പാസ്ത, കേക്ക്, വെള്ളം, ജ്യൂസ്, ബണ്ണ്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. ഞാൻ ഇത് ഫുള്ളും തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്